നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജി തോമസ് വർഗീസ്, തൊടുപുഴ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന്, ഹൃദ്രോഗം, അതിനെപ്പറ്റി സമൂഹത്തിലുണ്ടാകുന്നുള്ള ശങ്കകളും ആശങ്കകളും എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് സമൂഹമായി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുമാണ് ആദ്യത്തെ ടോപ്പിക്. എന്താണ് ഹൃദ്രോഗം എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഹൃദയം എന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട പമ്പിംഗ് അവയവമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ജീവിച്ചിരിക്കുന്നത്, അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകീകൃതമായി നടക്കുന്നത് രക്തചംക്രമണത്തിൽ കൂടിയാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള രക്തം അത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും യഥാസമയം ആവശ്യാനുസരണം എത്തിയെങ്കിൽ മാത്രമേ ഓരോ അവയവത്തിൻ്റെയും പ്രവർത്തനം നടക്കുകയുള്ളൂ. തലച്ചോറിലേക്കാണെങ്കിലും വൃക്കകളിലേക്കാണെങ്കിലും മസിലുകളിലേക്കാണെങ്കിലും ദഹന ഗ്രന്ഥികളിലേക്കാണെങ്കിലും കുടലുകളിലേക്കാണെങ്കിലും രക്തം ആവശ്യാനുസരണം എത്തിയാൽ മാത്രമേ പ്രവർത്തനം നടക്കുകയുള്ളൂ. പക്ഷേ ശരീരത്തിൽ ആവശ്യത്തിന് രക്തം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഈ രക്തം എല്ലാ അവയവങ്ങളിലും എത്തിച്ചേരണമെങ്കിൽ ഒരു മോട്ടർ അല്ലെങ്കിൽ ഒരു പമ്പ് വേണം. ഈ പമ്പാണ് ഹൃദയം. ഹൃദയം സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 4 അറകളുള്ള ഒരു ബലൂൺ മാത്രമാണ്. ഈ ബലൂണിലേക്ക് അശുദ്ധ രക്തങ്ങളെല്ലാം ഒരു രക്തക്കുഴലിൽ കൂടി വന്ന് അതിനെ വേറൊരു രക്തക്കുഴലിൽ കൂടി ശ്വാസകോശത്തിലേക്ക് കടത്തിവിട്ട് ശുദ്ധീകരിച്ച് അത് ഹൃദയത്തിൻ്റെ ഇടതുവശത്തുള്ള പ്രധാന പമ്പായ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആ അറയിൽ വന്ന് അവിടെ നിന്ന് അയോർട്ട എന്ന പ്രധാനപ്പെട്ട രക്തക്കുഴൽ വഴി ഹൃദയത്തിൻ്റെ വെളിയിലേക്കും അവിടുന്ന് ഓരോ അവയവങ്ങളിലേക്കും എത്തിച്ചേരുമ്പോഴാണ് രക്തചംക്രമണം ഒരു കംപ്ലീറ്റ് സൈക്കിൾ പൂർത്തിയാക്കുന്നത്. എവിടെ ഈ പ്രവർത്തനത്തിന് തടസ്സം വരുന്നോ അവിടെ ഹൃദയത്തിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിനും വിഘ്നം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഹൃദയം എന്ന പമ്പിനെ പറ്റി മാത്രമാണ്. ഹൃദയം എന്ന പമ്പ്, ഈ പമ്പിന് തന്നെയും രക്തം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൃദയം എന്ന ഈ പമ്പ് ഹൃദയത്തിൽ നിന്ന് രക്തം എല്ലാ അവയവങ്ങളിലേക്കും കൊടുക്കുമ്പോൾ ഹൃദയം എങ്ങനെ ഓടുന്നു, ഹൃദയത്തിന് ഊർജ്ജം എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഹൃദയത്തിന് വേണ്ടിയ ഊർജ്ജവും ആരോഗ്യവും ഓക്സിജനും കിട്ടുന്നത് രക്തക്കൊഴലുകളിൽ കൂടി തന്നെയാണ്. ഹൃദയത്തിൻ്റെ പുറം ഭാഗത്താണ് ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കൊഴലുകൾ കാണപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടതുവശത്തേക്ക് ഒന്നും, അതായത് ലെഫ്റ്റ് മെയിൻ എന്നും വലതുവശത്തേക്ക് ഒന്നും, റൈറ്റ് കൊറോണറി, ഇങ്ങനെ 2 രക്തക്കൊഴലുകളാണ് ഉള്ളത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഓരോ അറകളിലേക്കും പേസ് മേക്കർ പോലെയുള്ള ഭാഗങ്ങളിലേക്കും ഓരോ ഭാഗത്തേക്കും കൊടുക്കുവാനായിട്ട് ഹൃദയത്തിലെ ഈ പ്രധാനപ്പെട്ട 2 രക്തക്കൊഴലുകൾ പല ഘടകങ്ങളായി വിഭജിച്ചാണ് ഒഴുകുന്നത്. വലതുവശത്തെ കൊറോണറി ആർട്ടറി, റൈറ്റ് കൊറോണറി ആർട്ടറി വലതുവശവും അടിഭാഗവും ചില സമയങ്ങളിൽ ഇടതുവശത്തേക്ക് വരെയും കടന്നു വരികയും ഇടതുവശത്തുള്ള രക്തക്കൊഴൽ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി 2ആയിട്ട് പിരിഞ്ഞ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ്, അതായത് LAD എന്നുള്ള മെയിൻ രക്തക്കൊഴൽ ഹൃദയത്തിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട പമ്പായ ലെഫ്റ്റ് വെൻട്രിക്കിളിനും അതിന് അനുബന്ധമായുള്ള മസിലുകൾക്കും കൊടുക്കുകയും ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് എന്നുള്ള രക്തക്കൊഴൽ ബാക്കിയുള്ള ഭാഗങ്ങളിലെ രക്തം എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൃദയത്തിന് വേണ്ടി രക്ത ഓട്ടം യഥാർത്ഥമായി കിട്ടുന്നത്. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത്? അതാണ് ഒന്നാമത്തെ സംശയം. ഈ രക്തക്കൊഴലുകൾ എപ്പോൾ ക്ഷതം സംഭവിക്കുന്നുവോ അപ്പോൾ അതിലെ സുഗമമായ രക്തയോട്ടത്തിന് ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. രക്തക്കൊഴലുകൾക്ക് തടസ്സം വരികയാണെങ്കിൽ ഈ രക്തക്കൊഴലുകൾ ഏത് ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നോ ആ ഭാഗത്തിന് വേണ്ട രക്തയോട്ടം ലഭിക്കാതെ വരികയും ആ മസിലിന് മറ്റെങ്ങു നിന്നും രക്തം കിട്ടാതെ ഇരിക്കുമ്പോൾ ഒരു മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അതിനാണ് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. നമ്മളുടെ രക്തക്കൊഴലുകൾക്ക് എങ്ങനെയാണ് ക്ഷതം സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൽ തടസ്സം വരുന്നത്? നമ്മളുടെ എല്ലാം ധാരണ കൊളസ്ട്രോൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് രക്തക്കൊഴലുകളിൽ തടസ്സം വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരും കൊളസ്ട്രോളിനെ വളരെയധികം പേടിക്കുകയും എല്ലാ രോഗികളും വരുമ്പോൾ കൊളസ്ട്രോളിൻ്റെ രക്തപരിശോധന ചെയ്തുകൊണ്ട് വരികയും ചെയ്യുന്നത്. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. കൊളസ്ട്രോൾ ആണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെങ്കിലും ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് രക്തക്കൊഴലുകൾക്ക് തടസ്സമുണ്ടാക്കുന്നതെന്ന് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഹൃദയത്തിന് രക്തക്കൊഴലുകൾക്ക് ക്ഷതം സംഭവിക്കുന്നത് 50-60 വയസ്സാകുമ്പോൾ അല്ല. ഇപ്പോൾ നമുക്കറിയാം 18 വയസ്സുള്ള 19 വയസ്സുള്ള ചെറുപ്പക്കാർ പലപ്പോഴും
ഹൃദ്രോഗം വന്ന് ഹൃദയാഘാതം വന്ന് പെട്ടെന്ന് ജിമ്മിലും നീന്തുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും മരിക്കുന്നത് നമ്മൾ എന്നും കാണുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ശ്രദ്ധയില്ലാതെയാകുന്നത് കൊണ്ട്. കാരണം രക്തക്കൊഴലുകൾക്കകത്തുണ്ടാകുന്ന ക്ഷതം തുടങ്ങുന്നത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ മുന്നിലുള്ള നിശബ്ദ കൊലയാളികൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ രണ്ടായിട്ട് പിരിക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്ന ചില റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. നോൺ മോഡിഫയബിൾ, നമ്മൾ എന്ത് ചെയ്താൽ മാറ്റാൻ ഒക്കാത്ത റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. എന്താണ് നോൺ മോഡിഫയബിൾ? ചില കുടുംബങ്ങളിൽ ജനിക്കുമ്പോൾ നമുക്ക് ജനിതകമായി ലഭിക്കുന്ന പാരമ്പര്യ ഗുണം കൊണ്ടുണ്ടാകുന്ന രക്തക്കൊഴലിലെ ക്ഷതങ്ങൾ. 2, പുരുഷനായിട്ട് ജനിക്കുന്നത്, പ്രായമാകുന്നത്, ഇതൊക്കെയാണ് നോൺ മോഡിഫയബിൾ. എന്നാൽ മോഡിഫയബിളോ നമ്മളുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ, അതായത് പഞ്ചസാരയുടെ അളവ്, രക്തസമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ, പുകവലി, മദ്യപാനം, വ്യായാമമില്ലായ്മ, അമിതമായ ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യുകയെന്ന് ചെയ്യാം. സോ ഏത് പ്രായത്തിൽ രക്തക്കൊഴലുകളിൽ ക്ഷതമുണ്ടാകുന്നു അപ്പോൾ മുതൽ പതുക്കെ പതുക്കെ രക്തക്കൊഴലുകൾ അടഞ്ഞടഞ്ഞ് വരികയാണ്. എന്നാൽ ഇതിന് ഉപരിയായി പെട്ടെന്നുണ്ടാകാവുന്ന വേറെ രോഗങ്ങളൊന്നും ഇല്ലാതെ കാണുന്ന ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചെറുപ്പക്കാരിലാണെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം പുകവലി തന്നെയാണ്. നമ്മൾ പലപ്പോഴും ആൻജിയോഗ്രാം ചെയ്യുമ്പം ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, നല്ല വ്യായാമമുള്ള ആളാണ് ഡോക്ടർ, നല്ല പുക വലിക്കുമെന്ന് പറയുമ്പോൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണാം എല്ലാ രക്തക്കൊഴലും കണ്ണാടി പോലെ ഇരിക്കുകയും ഒരു രക്തക്കൊഴലിനകത്ത് ഒരു ഭാഗത്ത് മാത്രം കൊഴുപ്പ് വന്നടഞ്ഞ് താഴോട്ട് രക്തം ഓടാതിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. മയക്കുമരുന്ന്, പുക, ഇത് രണ്ടുമാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഷുഗറും പ്രഷറും ഹൃദയരോഗം ഉണ്ടാക്കാനും അവയവങ്ങൾ ക്ഷതമുണ്ടാക്കാനും കാരണഭേദമാകുന്നത്? അതിന് ഒരു ഏറ്റവും നിസ്സാരമായ ഉദാഹരണം ഞാൻ പറയാം. നമ്മളുടെ കിഡ്നി ഒരു അരിപ്പ പോലെയാണെങ്കിൽ ഈ അരിപ്പയിൽ നിന്ന് എപ്പോൾ പ്രോട്ടീൻസ്, ആൽബുമിൻ പുറത്തേക്ക് പോകുന്നോ അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അരിപ്പ, അതായത് രക്തക്കൊഴലിൻ്റെ ആവരണമുള്ള ഒരു ട്യൂബ്, അതിന് ക്ഷതം വരുമ്പോഴാണ് മൂത്രത്തിൽ ആദ്യമായി ഉപ്പ് പോയി തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെ പല രോഗികൾക്കും ഏറ്റവും നിസ്സാരമായ ഒരു ടെസ്റ്റ് ഞാൻ പറയുന്നത് യൂറിൻ ആൽബുമിൻ. അതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാത്തവർക്ക് മൈക്രോ ആൽബുമിൻ, അതായത് സാധാരണ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനൊക്കാത്തത് അല്പം കൂടി സൂക്ഷ്മമായുള്ള പരീക്ഷണത്തിൽ കൂടി മൈക്രോ ആൽബുമിൻ കണ്ടുപിടിച്ചിട്ട് രക്തക്കൊഴലിൽ ക്ഷതം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ? ഒന്ന്, അകാരണമായ വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന കൺട്രോളില്ലാത്ത, നിയന്ത്രണമില്ലാത്ത രക്തസമ്മർദ്ദവും പ്രമേഹവും. ഈ 2 രോഗങ്ങളാണ് നമ്മുടെ നിശബ്ദ കൊലയാളികൾ. കാരണം എനിക്ക് ഷുഗർ 300 400 ആയാലും എനിക്കൊരു കുഴപ്പം ഉണ്ടാകുകയില്ല, ഞാനൊന്നും അറിയുകയുമില്ല എപ്പോൾ വരെ, ഒരു ക്ഷതം സംഭവിക്കുന്നത് വരെ. ഈ ക്ഷതം സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും? ഒന്നുകിൽ ഒരു സ്ട്രോക്ക്, അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം, അല്ലെങ്കിൽ ഒരു കാഴ്ചയ്ക്ക് മങ്ങൽ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാരകമായ അവസ്ഥ വരുമ്പോൾ മാത്രമായിരിക്കും അറിയുന്നത്. പ്രമേഹവും രക്തസമ്മർദ്ദവും അതുതന്നെ. ഒരു സ്ട്രോക്ക് വരുമ്പോൾ, അറ്റാക്ക് വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾക്ക് അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ ആദ്യമേ ഓടിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു നേഴ്സ്, അല്ലെങ്കിൽ ഒരു ആശാ വർക്കർ, അവരാണ് നിങ്ങളുടെ ആദ്യത്തെ ഡോക്ടർ. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യം ന്യായമായ രീതിയിൽ പരിശോധിച്ച് രക്തസമ്മർദ്ദവും ഷുഗറും നല്ല ചിട്ടയിലാണെന്നുള്ളതും അമിതമായ എണ്ണയുടെയും കൊഴുപ്പിൻ്റെയും ഉപയോഗം കുറയ്ക്കുകയും ചിട്ടയായ വ്യായാമം ചെയ്യുകയും ചെയ്താൽ ഒഴിവാക്കാവുന്ന ഒരു രോഗം തന്നെയാണ് ഹൃദ്രോഗം. ഇതാകട്ടെ നമുക്കുള്ള ചെറിയ ഒരു സന്ദേശം. താങ്ക് യു.